വള്ളികുന്നം വട്ടക്കാട് ദേവീക്ഷേത്രത്തിലെ കളത്തട്ട് തകർന്നു വീണു. തലമുറ പഴക്കമുള്ള കളത്തട്ടാണ് വർഷങ്ങളായി ക്ഷയിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കളത്തട്ട് നിലം പൊത്തിയത്. ഇതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കളത്തട്ട് നേരത്തെ തകർന്നു വീണിരുന്നു. കളത്തട്ട് നന്നാക്കണമെന്ന് ഭരണസമിതി ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നതായി ഭാരവാഹികൾ പറയുന്നു. ഉടൻ തന്നെ നവീകരിക്കുന്നതിന് അനുമതി കാത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇത് തകർന്നു വീണത്. വർഷങ്ങൾക്ക് മുമ്പ് നവീകരിക്കേണ്ടതായിരുന്നുവെന്ന് പ്രദേശവാസികളും പറയുന്നു. ക്ഷേത്രത്തിലെ കളത്തട്ടാണ് ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി നിലം പതിച്ചത്. കുറേ കാലങ്ങളായിട്ട് ഇത് പുനർനിർമ്മിക്കണമെന്നുണ്ട് നാട്ടുകാർ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ഉള്ള ഭരണസമിതിയും ഇതിനുള്ള ശ്രമത്തിലാണെന്നാണ് അറിയുന്നത്. എത്രയും വേഗം തന്നെ ഇത് പൂർത്തീകരിച്ച് കാണുവാൻ ഇവിടുത്തെ നാട്ടുകാർ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ ഉപദേശ സമിതി 13 പേരെ കുറിയിട്ടെടുത്തതാണ്. 8 മാസത്തോളം ആയിട്ടേ ഉള്ളൂ. ഇതിനിടയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പാണ് തെക്കേ കളത്തട്ട് മറിഞ്ഞു വീണത്. അന്ന് തന്നെ നമ്മൾ ദേവസ്വം ബോർഡുമായിട്ട് സമീപിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ സ്ഥലം സന്ദർശിച്ചു. നമ്മൾ നിവേദനങ്ങൾ കൊടുത്തു. അപ്പം ദേവസ്വം ബോർഡിന് പെട്ടെന്ന് അതിൻ്റെ ഫണ്ട് റിലീസ് ചെയ്യാൻ അതിൻ്റേതായ കാലതാമസം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തന്നെ പറഞ്ഞു, നാട്ടുകാരെ കയ്യിൽ നിന്ന് ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കളത്തട്ടിൻ്റെ നിർമ്മാണം ചെയ്യാൻ വേണ്ടിയുള്ള അനുമതി ദേവസ്വം ബോർഡ് തരാൻ അപേക്ഷ കൊടുക്കുകയും ബഹുമാനപ്പെട്ട ബോർഡ് മെമ്പർ അജുകുമാർ സാർ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്നും ശേഖരിക്കുന്ന കാശ് കൊണ്ട് ഇത് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഉത്തരവ് ഞങ്ങൾക്ക് തരികയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കളത്തട്ടിൻ്റെ എസ്റ്റിമേറ്റ് വിളിക്കുകയും ബഹുമാനപ്പെട്ട മാവേലിക്കര എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ച എസ്റ്റിമേറ്റുകളിലൊന്ന് പരിശോധിച്ച് അതിന് അംഗീകാരം തന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് ചെയ്യാൻ കളത്തട്ട് നിർമ്മാണം നടത്താൻ തുടങ്ങിയപ്പോഴാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട തന്ത്രി അദ്ദേഹത്തിൽ നിന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദേവസ്വത്തിൻ്റെ വാസ്തു അത് നെയ്യാറ്റിൻകരയുള്ളതാണ്, മൂത്താശാരി എന്ന് പറയും, അദ്ദേഹത്തെ സ്ഥലത്ത് കൊണ്ടുവരികയും ദേവസ്വം നമ്മുടെ കളത്തട്ടിൻ്റെയും നാലമ്പലത്തിൻ്റെയും നിർമ്മാണ പ്രവൃത്തികൾ നവീന പ്രവൃത്തികൾ തുടങ്ങാൻ വേണ്ടിയുള്ള എസ്റ്റിമേറ്റും പ്ലാനും കണക്ക് നോക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് ചെയ്യുന്നതിന് ദൈവീഹിതം നോക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ജ്യോത്സ്യരെ കൊണ്ട് ഒറ്റരാശി ദേവപ്രശ്നം വെക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട തന്ത്രി അദ്ദേഹത്തെ അറിയിക്കുകയും ഒറ്റരാശി പ്രശ്നം കഴിഞ്ഞ ജൂൺ മാസം 5-ാം തീയതി നടന്ന ഒറ്റരാശി പ്രശ്നത്തിൽ നമ്മൾ കളത്തട്ടിൻ്റെ പുനർനിർമ്മാണം 9 മണിക്ക് നമ്മുടെ ഈ കളത്തട്ട് 2 കളത്തട്ടും നിർമ്മിക്കുവാനുള്ള നിർമ്മാണ പ്രവൃത്തി തുടങ്ങാൻ കല്ലിടിയിൽ കർമ്മം നടത്താൻ ഉള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടായിട്ടുണ്ട്. കല്ലിടി അതിന് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 2 കളത്തട്ടും ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിഹാരക്രിയകൾ ചെയ്യണം. ആ പരിഹാരക്രിയകൾ ചെയ്തതിന് ശേഷം ഇത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതിന് ഞങ്ങൾ തന്ത്രി ബഹുമാനപ്പെട്ട താഴ്മമ്മടം ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവർ അദ്ദേഹത്തിൻ്റെ സമയവും കൂടെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളിനെ കൊണ്ടുവന്ന് ഇവിടെ പരിഹാരക്രിയ 2 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത സമയത്ത് ഓഗസ്റ്റ് മാസം 21-ാം തീയതി നമ്മുടെ കളത്തട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഈ കളത്തട്ട് നമ്മൾ വരുന്നതിനേക്കാളൊക്കെ മുമ്പേ വർഷങ്ങൾ പഴക്കമുള്ള കളത്തട്ടാണ്. വർഷങ്ങളായിട്ട് തന്നെ ഇത് ജീർണാവസ്ഥയിലായിരുന്നു. നേരത്തെ അത് ശ്രദ്ധിക്കാൻ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശവാസികൾക്കോ ആർക്കും തന്നെ കഴിഞ്ഞില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ 8 മാസ കാലയളവിനുള്ളിൽ ഞങ്ങളുടെ ഈ ഉപദേശ സമിതി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് നിവേദനങ്ങൾ സമർപ്പിച്ചു. അതിൻ്റേതായ രീതിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ഥലത്ത് സന്ദർശിച്ചു. അങ്ങനെയാണ് നമുക്കിതിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളത്തട്ട് പുനർനിർമ്മിക്കുക. ഇവിടെ നേരത്തെ ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് ഇത് ഒക്കാഞ്ഞിട്ട് ബഹളമൊക്കെ ആയതിനു ശേഷം 2ാമതൊരു ഭരണസമിതി വന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് 2ാമത്തെ ഭരണസമിതി വന്നിട്ട് അവർ ഒറ്റരാശി ഏതാണ്ടൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ 8 മാസത്തിനകം പണി തീർക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിനൊരു കൂട്ടായ്മ, ഒരു നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കളത്തട്ട് നിർമ്മിക്കുന്നതിലേക്ക് വേണ്ട സജീവ പ്രവർത്തനങ്ങൾ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.